ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ക്ലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചെറിയ കായ കൊണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഇത് ചെറിയ കായ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പേര് മണ്ണങ്കായ എന്നാണ് ഇവിടെ പറയാറുള്ളത്. ഈ മണ്ണങ്കായ് ചെറിയ കുട്ടികൾക്കെല്ലാം കുറുക്കുണ്ടാക്കി കൊടുക്കാൻ ഉപയോഗിക്കുന്ന കായിയാണിത്. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള കായിയാണ്. ഇതിൻ്റെ തൊലി ഇതുപോലെ കളഞ്ഞ് കഴുകി ചെറുതായി മുറിച്ച് ഉണക്കി പൊടിച്ച് വെക്കും. അത് ആണ് കുറുക്ക് കാച്ചി കൊടുക്കാറ്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ നാലായി കീറി ചതുര കഷ്ണങ്ങളായി മുറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത് കറി ഉണ്ടാക്കുന്നത്. ഇനി ഇത് മുറിച്ച ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലപോലെ കഴുകിയെടുത്താൽ, തിരുമ്പി കഴുകിയെടുത്താൽ ഇതിൻ്റെ കറയെല്ലാം പോയി നല്ല ടേസ്റ്റ് ഉണ്ടാകും. കറ കളയാണ്ട് കറി വെച്ച് കഴിഞ്ഞാൽ കറി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും, മുളക് പൊടി അധികം ചേർക്കണ്ട, കുരുമുളക് പൊടിയിട്ട കറിയാണ് ഇത് ഉണ്ടാക്കുന്നത്. കുരുമുളകിട്ട കറിയാണ് ഉണ്ടാക്കുന്നത്. ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും, ചതച്ച കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്, പൊടിയല്ല. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നകക്കെ വെള്ളമൊഴിച്ച് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം. പെട്ടെന്ന് വേവും, അധികം വേവൊന്നുമില്ല. കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പിടി തേങ്ങ, 5-6 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ നല്ല ജീരകവും ഒരു പച്ചമുളകും ചേർത്ത് ചതച്ച് എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചതച്ച തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കറി വാങ്ങി വെക്കുക. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ നനച്ച് കൊടുത്താൽ തന്നെ കറി നല്ല ടേസ്റ്റാണ്. ഞാനിതിലേക്ക് താളിച്ചൊഴിക്കുന്നുണ്ട്. കുറച്ച് സാധനങ്ങൾ ചേർത്ത് താളിച്ചൊഴിക്കുന്നുണ്ട്. അതും കൂടെ താളിച്ചൊഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കറി. വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല ചോറിന്. കുറച്ച് പച്ച കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഫ്രഷ് കറിവേപ്പില. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 5-8 ചെറിയുള്ളി ചെറുതായി മുറിച്ചതും, ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും ചേർത്ത് ഇത് മൂപ്പിച്ചെടുക്കണം. ഇനി ഒരു സാധനം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 3/4 ടീസ്പൂൺ ചതച്ച കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് നമുക്ക് എത്ര എരിവ് വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വരെ ചേർക്കാം. കുരുമുളക് ഇഷ്ടമില്ലാത്തവർ ചതച്ച വറ്റൽമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കുരുമുളക് പൊടി, ചതച്ച കുരുമുളക് ചേർത്ത് കൊടുത്ത് അതൊന്ന് മൂത്ത് വരണം. കുരുമുളക് ഇട്ട് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവുക. ഇത് ഇനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കി ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. നമ്മുടെ കായക്കറി റെഡിയായി. താങ്ക് യു ഫോർ വാച്ചിങ്.